ഹലോ എവരി വൺ ഇന്നത്തെ തോട്ട്സ് ഓഫ് മൈ വീഡിയോയിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം പരിചയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ് പരിപാടിക്ക് വന്ന കുറേ പേര് ഇത് കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് യൂസ്ഫുൾ ആണോ, ഇത് ഒത്തിരി വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് നല്ലതാണോ എന്നറിയാത്തതുകൊണ്ട് വാങ്ങാതിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇതിന്റെ റിവ്യൂ വീഡിയോ ഇടാം. കാരണം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുകയും ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇത് ശരിക്കും ഗ്രെയിൻസ് ഒക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന റൊട്ടേറ്റിംഗ് ഗ്രെയിൻ ഡിസ്പെൻസർ ആണ്. ശരിക്കും ഗ്രെയിൻസ്, റൈസ്, സിറിൽസ് അങ്ങനെ 6 കമ്പാർട്ട്മെന്റ്സിലായിട്ട് പല സാധനങ്ങളും സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് പല സൈസിലും പല പ്രൈസിലും നമുക്ക് ആമസോൺ, ഈബേ, ടെമു അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഞങ്ങളിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 10 kg കപ്പാസിറ്റിയുള്ള ഡിസ്പെൻസർ ആണ്. ലാർജ് സൈസിന്റെയും മീഡിയം സൈസിന്റെയും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് ഗ്രെയിൻസ് പോലുള്ള സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള ഡിസ്പെൻസർ ആണെങ്കിലും ഞാൻ അരിപ്പൊടി പോലുള്ള പൊടികളൊക്കെ ഒരു ഡിസ്പെൻസറിൽ ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ മനസ്സിലായത് റവ പോലുള്ള അല്ലെങ്കിൽ പുട്ടുപൊടി പോലുള്ള തരികളുള്ള പൊടികളൊക്കെ ഇതിന് വളരെ സ്യൂട്ടബിൾ ആണ്. പ്രസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ മൈദ, കോൺഫ്ലവർ, അരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ പാടാണ് വരാൻ. ഒരു ഡിസ്പെൻസറിന്റെ അകത്ത് 6 സാധനങ്ങൾ വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിന്റെ താഴെയായിട്ട് ഒരു പാത്രം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആ പാത്രത്തിന്റെ നേരെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു 1 ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് സാധനങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ അകത്ത് 700 ml വരെയുള്ള അളവ് അവരതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അളവിനനുസരിച്ചും സാധനങ്ങൾ എടുക്കാൻ പറ്റും. കിച്ചണിൽ ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ പല കണ്ടെയ്നേഴ്സിലായിട്ട് സാധനങ്ങൾ വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു കണ്ടെയ്നറിൽ തന്നെ എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാനിത് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കിച്ചൺ ഡിസ്പ്ലേ ക്യാബിനറ്റിലാണ്. അതുകൊണ്ടാണ് അന്ന് എല്ലാവരും അത് കണ്ടതും എന്നോട് ഡീറ്റെയിൽസ് ചോദിച്ചതും. അത് അങ്ങനെ കാണുന്നൊരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഇത് കാണുമ്പോൾ നമുക്ക് എടുത്ത് ഉണ്ടാക്കാനും തോന്നാറുണ്ട്. പണ്ടെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സിലാക്കി ഷെൽഫിൽ വെക്കുമ്പോൾ ശരിക്കും നമുക്കത് എടുത്ത് ഉണ്ടാക്കാൻ തന്നെ നമ്മളത് മറന്നു പോകാറുണ്ട്.